So hi all, good morning. നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാനായിട്ടുള്ളത് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ. അതായത് നമ്മളുടെ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഇനി നോക്കാനുള്ളത് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ, അതേപോലെ തന്നെ എസ്റ്റിമേഷൻസ്, പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേഷൻസ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ്. അതോടുകൂടി ആ ഒരു ഏരിയ നമുക്ക് ഫിനിഷ്ഡ് ആവുകയാണ്. ഇപ്പൊ നമ്മൾ നോക്കാനുള്ളത് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈനിനെ കുറിച്ചാണ്. സോ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ basically it is a method for conducting experiments where one or more factors are difficult or costly to change while other factors can be easily changed. ഇപ്പൊ നമ്മൾ ഒരു ബിസിനസ് സെക്ടറിന്റെ കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഡൽജ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ചില ഫാക്ടേഴ്സ് മാറ്റുക, റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് it might be really easy. Whereas in the case of other variables, ഒരു ട്രാൻസിഷൻ മെക്കാനിസം അല്ലെങ്കിൽ ചേഞ്ച് എന്ന് പറയുന്നത് അത്രത്തോളം ഈസി ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുന്ന പാർട്ടില് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ലാൻഡ് ഉണ്ട്, ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്. നമുക്ക് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ലേബറേഴ്സിനെ അറ്റയർ ചെയ്യാ പറയുന്നത് it might be practically possible. പക്ഷേ ലാൻഡ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക അത് പലപ്പോഴും നമുക്ക് എന്താവണമെന്നില്ല, ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് വരണമെന്നില്ല. കാരണം നമുക്കറിയാം കൂടുതലായിട്ട് ലേബർ അക്യുമുലേറ്റ് ചെയ്യുക പറയുമ്പോൾ അത് നമുക്ക് അത്രത്തോളം ഒരു കോസ്റ്റ് ഇൻകർ ചെയ്യില്ല. ഇന്റർവ്യൂ കോസ്റ്റും സെലക്ഷൻ കോസ്റ്റും ട്രെയിനിങ് കോസ്റ്റും മാത്രമേ നമുക്ക് ഇൻകർ ചെയ്യേണ്ടി വരുള്ളൂ. പക്ഷെ ലാൻഡ് ആവുമ്പോ ചിലപ്പോ 1 കോടി 2 കോടി ഇങ്ങനെ കോടികളിലേക്ക് ചിലപ്പോ എന്ത് ചെയ്യാം, അത് എൻറ്റർ ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് കൂടുതലായിട്ടും നമ്മളുടെ പ്രൊഡക്ഷൻ ഏരിയയിലേക്ക് വരുമ്പോ മൾട്ടിപ്പിൾ ഫാക്ടറിന്റെ പ്രൊഡക്ഷൻ ഇൻപുട്സിലാണ് ഇത് കൂടുതലായിട്ടും വരുന്നത്. അതായത് ഒരു ബിസിനസ് യൂണിറ്റ് മുമ്പിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് അവിടെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വരും. വെറും ലാൻഡോ ലേബറോ മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ഫാക്ടേഴ്സ് അവിടെ ഇൻഡൽജ് ആവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൺസിഡറേഷൻ വരുമ്പോഴാണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്ന് പറയുന്ന കണ്ടീഷൻസിലേക്ക് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് പല രീതിയിൽ നമുക്ക് അഡ്വാൻറ്റേജ് ആണ്. കാരണം വളരെയധികം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ്. നമുക്കറിയാം പലതരത്തിലുള്ള ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡിയില് ഇൻഡൽജ് ആയി വരുന്നുണ്ട്. അപ്പൊ മാറി വരുന്ന സാഹചര്യത്തില് ഈ ഫാക്ടേഴ്സിനെ എല്ലാം അറ്റയർ ചെയ്യുക, ഈ ഫാക്ടേഴ്സിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുക പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ് ആണ്. അപ്പോ ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഇവിടെ ഗ്രേറ്റ് ലെവലില് ഒറിജിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് there comes efficiency. അതായത് നമുക്ക് ചില ഫാക്ടേഴ്സ് എന്തുകൊണ്ടാണ് കൂടുന്നത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ലേബറേഴ്സിൽ ചേഞ്ച് വരുന്നുണ്ട്. സോ നമുക്ക് അവിടെ വ്യക്തമായി കൃത്യമായി അറിയണം why there are changes in the labours. അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൃത്യമായിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല we are not able to tabulate why such a particular process happens, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ടേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇത് തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആണ്. നമുക്ക് ഈ ആസ്പെക്ട്സിനെ, ഈ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സിന്റെ ഇൻഡൽഷനെ നമുക്ക് പല ഡയമെൻഷൻസിൽ ഇവാലുവേറ്റ് ചെയ്യണം. അങ്ങനെ പല ഡയമെൻഷൻസിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷൻ ആണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻസ് എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ an agronomist wants to study the effect of different irrigation methods and fertilizer types on crop yield. The irrigation method might be difficult to change for each plot of land, while the fertilizer type can be applied to smaller plots. അതായത് നമ്മൾ ഒരു പീസ് ഓഫ് ലാൻഡ് ഉണ്ട്, ഈ പീസ് ഓഫ് ലാൻഡിനെ നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. എന്നിട്ട് ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് ഫെർട്ടിലൈസർ A, B, C, D, E, F, G, H, I, J, K, L
ഇങ്ങനെ ഡിഫറെന്റ് ഗ്രേഡ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് നമ്മൾ ഇതിന്റെ അകത്ത് അപ്ലൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ നമുക്ക് ലാൻഡ് എന്ന് പറയുന്നതില് എന്ത് ചെയ്യാൻ പറ്റില്ല, വേരിയേഷൻസ് കൊണ്ടുവരാൻ പറ്റില്ല. ഇത് ഫസ്റ്റ് ലാൻഡ് തന്നെയാണ്, ഫസ്റ്റ് ഗ്രേഡ് ലാൻഡ് തന്നെയാണ്. ഇതിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് എ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിന് പകരം ബി എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ഉപയോഗിക്കാം. ഇവിടെ ബി ഉപയോഗിക്കുന്നതിന് പകരം എ ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ നമുക്ക് പുട്ട് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് കാണും. അതിൽ ചില ഫാക്ടേഴ്സ് നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും, ചില ഫാക്ടേഴ്സിൽ നമുക്ക് ചേഞ്ച് വരുത്താൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതലായി എന്ത് ഹെൽപ്ഫുൾ ആകുന്നത്, സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻസ് എന്ന് പറയുന്നത് ഹെൽപ്ഫുൾ ആകുന്നത്. ഇവിടെ പല തട്ടിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാനേ പറ്റും. ഒന്ന്, 2 സ്റ്റേജ് റാൻഡമൈസേഷൻ. 2 സ്റ്റേജ് റാൻഡമൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യാം. ഒന്ന്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇത്രയും ഫെർട്ടിലൈസർ ഉപയോഗിച്ചത് കൊണ്ട് എൻഡയർ ആയിട്ടുള്ള ലാൻഡില് എന്ത് മാറ്റമാണ് വന്നത്, ഇത്രയും ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചത് കൊണ്ട് എൻഡയർ ആയിട്ടുള്ള ലാൻഡിൽ എന്ത് മാറ്റമാണ് വന്നത്, അങ്ങനെ നമുക്കൊരു സ്റ്റഡി കണ്ടക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഓരോ പീസസ് ആയിട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റഡി കണ്ടക്ട് ചെയ്യാം. എ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ ഉപയോഗിച്ചത് കൊണ്ട് ആദ്യത്തെ പീസ് ഓഫ് ലാൻഡിൽ എന്താണ് സംഭവിച്ചത്, ബി ഉപയോഗിച്ചത് കൊണ്ട് രണ്ടാമത്തെ പീസ് ഓഫ് ലാൻഡിൽ എന്താ സംഭവിച്ചത്. അങ്ങനെ ഓരോ ഗ്രേഡ്സ് ഓഫ് ലാൻഡിലും എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആസ് എ ഹോൾ എന്തിനുള്ളൊരു റിസൾട്ട് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്, വളരെയധികം കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയിലേക്ക് ഫ്രെയിം വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ 2 സ്റ്റേജ് റാൻഡമൈസേഷൻ. ഇനി ഇങ്ങനെയല്ലാതെ നമുക്ക് പിന്നെയും പറയാം, ഇതിനെ വേറൊരു പേരിൽ പറയാം, ഹോൾ പ്ലോട്ട് അല്ലെങ്കിൽ സബ് പ്ലോട്ട്സ് എന്ന് പറയാം. പറഞ്ഞ പോലെ തന്നെ എൻഡയർ ആയിട്ടുള്ള, കാരണം നമുക്കറിയാം ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് ഓരോ പെർട്ടിക്കുലർ ഏരിയകളിലും എന്താണ് സംഭവിക്കുന്നത്, ഡിഫറെന്റ് ആയിട്ടുള്ള സമ്മേഷൻസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻസ് ആണ് വരുന്നത്, അല്ലെങ്കിൽ റിസൾട്ട്സ് ആണ് വരുന്നത്. അപ്പോ ഇതെങ്ങനെയാണ് വരുന്നത്, കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷനിലൂടെയാണോ ടാബുലേറ്റ് ചെയ്യുന്നത്, ഓരോ പെർട്ടിക്കുലർ ഏരിയയില് ഏതിലാണ് കൂടുതൽ ഫെർട്ടിലിറ്റി കാണിക്കുന്നത്, നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പൊ ഇതേപോലെ ഒരു ബിസിനസ് യൂണിറ്റ് എടുത്തിട്ട് ആ ബിസിനസ് യൂണിറ്റില് പലതരത്തിലുള്ള ലേബറേഴ്സ് കാണും. അതിൽ ഏത് ലേബർ ആണ് വളരെ എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യുന്നത്, ആ ലേബറിന് എന്ത് പൊട്ടൻഷ്യാലിറ്റി ആണുള്ളത്, വൈ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ ഇസ് വർക്കിംഗ് ഇൻ സച്ച് ആൻ എസ്റ്റാബ്ലിഷ്ഡ് മാനർ, നമുക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് പോളിസി ഫോർമുലേഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ വൈ is that particular thing going on in such a particular manner, we have to adhere to. ആ ലേബർ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ആ ലേബർ ചെയ്യുന്ന അതേ പ്രൊഡക്ടിവിറ്റി കൺസേൺസ് മറ്റുള്ളവരും ടാബുലേറ്റ് ചെയ്യുക. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ ബിസിനസ് സെക്ടർ ഇൻക്രീസ് ചെയ്യും. ഇങ്ങനെ ഒരു ബിസിനസ് യൂണിറ്റിൽ നമ്മൾ അറ്റയർ ചെയ്യുന്ന ഓരോ പെർട്ടിക്കുലർ കാര്യത്തിനും വളരെയധികം കൺസിഡറേഷൻ കൊടുത്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് ടാബുലേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എസ്റ്റിമേറ്റേഴ്സ്. നമ്മളുടെ റിസർച്ചിന്റെ മേഖലയിലേക്ക് ആണെങ്കിലും നമ്മളുടെ ബിസിനസ് നെറ്റ്വർക്കിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചാലും എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. എസ്റ്റിമേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ജനറലി അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ആയിട്ടാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. അവിടെ കൃത്യമായിട്ട് 5 പ്രോപ്പർട്ടീസ് ആയിരിക്കണം സാറ്റിസ്ഫൈ ചെയ്യുന്നത്. The very first property is unbiasedness. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. അടുത്ത പ്രോപ്പർട്ടി is efficiency. Next comes sufficiency and next comes robustness. ഇതില് ഫസ്റ്റ് വണ് അൺബയസ്നെസ് ആണ്.
അൺബയസ്ഡ് ആവുക അല്ലെങ്കിൽ അൺബയസ്ഡ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എക്സ്പെക്റ്റഡ് വാല്യൂ നമ്മളുടെ പാരാമീറ്റർ വാല്യൂവുമായിട്ട് തുല്യമാകുന്ന സിറ്റുവേഷൻ. അങ്ങനെ ആവുന്ന സമയത്ത് അൺബയസ്ഡ് ആണെന്ന് പറയാം. കാരണം നമ്മൾ ഓവർ എസ്റ്റിമേറ്റും ചെയ്യുന്നില്ല റിസൾട്ടിനെ, അണ്ടർ എസ്റ്റിമേറ്റും ചെയ്യില്ല. എങ്ങനെയാണോ അത് വരുന്നത് അതുപോലെ തന്നെയാണ് വന്നത്. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരു പ്ലാൻ വെച്ചു, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞ് നമ്മളെ മൈൻഡിൽ ഒരു പ്ലാൻ വെച്ചു, അത് അങ്ങനെ തന്നെയാ സംഭവിക്കുന്നത്. അല്ലാതെ അതിലെന്തെങ്കിലും വേരിയേഷൻസ് കൊണ്ടുവരികയെ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ചേഞ്ചസ് മനഃപൂർവ്വമായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യേ ഒന്നും തന്നെ നമ്മൾ അവിടെ കൊണ്ടുവരുന്നില്ല. Say for example, imagine measuring the average height of a city with only 10 people. Your result might not be very accurate, but if you measure the average height of 1000 people, your estimate will be much closer. അതായത് അൺബയസ്നെസ് പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ ബേസിക്കലി പറയുന്നത് നമ്മളുടെ കൺഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം സാമ്പിൾ കൂട്ടിയെടുക്കുന്നു. സാമ്പിൾ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണന്റ്. സോ സാമ്പിള് നമ്മൾ കൂട്ടുന്നതിനനുസരിച്ചിട്ട് നമുക്ക് അതിൽ നിന്നും കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നതും വളരെ പെർഫെക്റ്റ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. നെക്സ്റ്റ് കം കൺസിസ്റ്റൻസി. അതായത് ഒരു എസ്റ്റിമേറ്റർ എപ്പോഴും നമ്മൾ റിഗാർഡ് ചെയ്യുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടാണ്. അതായത് ആസ് ദ സാമ്പിൾ സൈസ് ഇൻക്രീസസ്, സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റിസൾട്ട് കൺസിസ്റ്റന്റ് ആയിരിക്കും, വേരിയേഷൻസ് വരില്ല. അപ്പൊ എപ്പോഴും നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പൊ സാമ്പിളിന്റെ ഒരു ഏരിയയിലേക്ക് കടന്നാൽ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഒരിക്കലും ലെസ് ദാൻ 30 ആവാൻ പാടില്ല. ശരിക്കും നമ്മൾ റൂള് പ്രകാരം പറയുന്നത് ലെസ് ദാൻ 5 ആകാൻ പാടില്ല എന്നാണ്. പക്ഷെ ശരിക്കും നമ്മളൊരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്കിലേക്ക് പോകുമ്പോൾ അവിടെ പറയാൻ പറ്റുന്നത് ഒരിക്കലും അതിന്റെ എസ്റ്റിമേറ്റഡ് വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ 30 ആവരുത്. ഇപ്പൊ നമ്മൾ സേ ഫോർ എക്സാമ്പിൾ പറയാണ്, 2 സിറ്റി ഉണ്ട്, ഈ 2 സിറ്റിയുടെ റിസൾട്ട്സ് ആവറേജ് ഹൈറ്റ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ആവറേജ് ഹൈറ്റ് ഓഫ് പീപ്പിൾ ആണ് നോക്കുന്നത്. എ എന്ന് പറയുന്ന സിറ്റിയിൽ 20 പേരെ എടുക്കുകയും ബി എന്ന് പറയുന്ന സിറ്റിയിൽ 50 പേരെ എടുക്കുകയും ചെയ്താൽ ഈ ബി എന്ന് പറയുന്ന സിറ്റിയിലായിരിക്കും കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണിക്കുക. കാരണം ആ ബി എന്ന് പറയുന്ന സിറ്റിയിൽ വളരെ പ്രോമിസിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാമ്പിൾ സൈസ് കൂടുതലാണ്. സോ സിൻസ് സാമ്പിൾ സൈസ് ഇസ് ഹയർ ഓവർ ദയർ, നമുക്ക് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയി എങ്ങനെയാണ് അതിനെ ഒറിജിനേറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ദ തേർഡ് വൺ ഇസ് എഫിഷ്യൻസി. എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു ഡാറ്റ റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിറ്റിക്കൽ ഫ്രെയിംവർക്കിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് എന്ന് പറയുന്നതും നമ്മൾ അവിടെ എംപ്ലോയ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമ്മൾ എംപ്ലോയ് ചെയ്യുമ്പോൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിനും പലതരത്തിലുള്ള റെപ്രസെന്റേഷൻ ആയിരിക്കും. അപ്പൊ എന്താണോ ആക്ച്വലി മെഷർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അത് വളരെ കൃത്യമായിട്ട് ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിന് മെഷർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ഇപ്പൊ ഹൈറ്റ് മെഷർ ചെയ്യാൻ നമ്മളൊരു വേരിയബിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടും ആ ഒരു എസ്റ്റിമേറ്ററിന് ഹൈറ്റ് മെഷർ ചെയ്യാൻ സാധിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇറ്റ് ഇസ് ദ ഫെയിലിയർ ഫ്രം ദ പാർട്ട് ഓഫ് ദാറ്റ് എസ്റ്റിമേറ്റർ. സോ എന്താണോ മെഷർ ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ എസ്റ്റിമേറ്റർ എന്താണോ മെഷർ ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്നത്, ആ മെഷർ ചെയ്യാൻ ഇന്റന്റ് ചെയ്യുന്ന കാര്യം വളരെ കൃത്യമായി തന്നെ അതിന് മെഷർ ചെയ്യാൻ സാധിക്കണം. ഇല്ലെങ്കിൽ ഇറ്റ്സ് ആൻ അൾട്ടിമേറ്റ് ഫെയിലിയർ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് കംസ് സഫിഷ്യൻസി. സഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാരാമീറ്റർ വാല്യൂ സെറ്റ് ചെയ്യുകയാണെങ്കിൽ, പോപ്പുലേഷനെ കുറിച്ച് ഒരു പാരാമീറ്റർ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ കൃത്യമായിട്ട് നമ്മൾ ആ എസ്റ്റിമേറ്റർ ഉപയോഗിച്ച് അതിനെ ടാബുലേറ്റ് ചെയ്യുമ്പോൾ അതിന് കൃത്യമായി അത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റണം. സി ഫോർ എക്സാമ്പിൾ, if you want to estimate the average height in a city, heights of all peoples are relevant. അതായത് നമുക്കൊരു എസ്റ്റിമേഷൻ ചെയ്യാനായി നമ്മൾ പോവുകയാണെങ്കിൽ, ആ സ്റ്റഡി കണ്ടക്ട് ചെയ്യാൻ നമ്മൾ പോവുകയാണെങ്കിൽ ആ സ്റ്റഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാൻ പറ്റണം. നമ്മൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിലുള്ള ആൾക്കാരുടെ ഹൈറ്റിനെ കുറിച്ചാണ് സപ്പോസ് ഡീറ്റെയിൽ ഔട്ട് ചെയ്യാൻ പോണത്
അല്ലെങ്കിൽ പഠിക്കാനായി പോകുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള എല്ലാ ആൾക്കാരുടെയും ഹൈറ്റിനെ പറ്റിയിട്ടുള്ള സാമ്പിൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കണം. അതർവൈസ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കുറച്ചു പേരുടെ മാത്രം ഹൈറ്റ് ടാബുലേറ്റ് ചെയ്തിട്ട് ഇറ്റ് ഡസന്റ് മീൻ എനിത്തിങ്. വളരെ സിസ്റ്റമാറ്റിക് ആയി വളരെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അനാലിറ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ് നമുക്ക് അവിടെ ആവശ്യമായിട്ട് ഉള്ളത്. നെക്സ്റ്റ് കം റോബസ്റ്റ്നെസ്. റോബസ്റ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോൾ ഡീവിയേഷൻസിലേക്കൊക്കെ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനായിട്ട് സാധിക്കണം. ഒരു എസ്റ്റിമേറ്ററിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മാറ്റങ്ങളിലേക്ക് പൊരുത്തപ്പെടാൻ സാധിക്കണം. നമുക്കറിയില്ല വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൺ ഇൻ നിയർ ഫ്യൂച്ചർ എന്ന്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സപ്പോസ് നമുക്ക് ഈ മാറ്റങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇന്ന രീതിയിലാണ് ടാബുലേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇന്ന രീതിയിലാണ് ചേഞ്ചസ് വരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് പൊരുത്തപ്പെടാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന എസ്റ്റിമേറ്റേഴ്സിൽ മാറ്റങ്ങൾ ടാബുലേറ്റ് ചെയ്യാൻ നമ്മൾ റെഡി അല്ലെങ്കിൽ that would create problems. So whatever be the fluctuation, let it be x or y fluctuations, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലെൻഡ് ചെയ്തിരിക്കണം. So the properties are unbiased ആയിരിക്കണം, consistent ആയിരിക്കണം, efficient ആയിരിക്കണം, sufficient ആയിരിക്കണം and robustness ആയിരിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ സ്റ്റഡി മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് ഹൗ വി ഷുഡ് പ്രൊസീഡ് അല്ലെങ്കിൽ ഹൗ വി ഷുഡ് ടാബുലേറ്റ് എന്നതിനെ കുറിച്ച് വളരെ പ്രോമിസിംഗ് ആയിട്ട് നമുക്ക് റിസൾട്ട് ഓഫർ ചെയ്ത് തരുന്നതാണ് എസ്റ്റിമേഷൻസ് എന്ന് പറയുന്നത്. സോ ഈ എസ്റ്റിമേഷനിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് യു ഹാവ് ബേസിക്കലി ടു ടൈപ്പ് ഓഫ് എസ്റ്റിമേഷൻ. ദ ഫസ്റ്റ് വൺ ഇസ് ദ പോയിന്റ് എസ്റ്റിമേഷൻ and the second one is the interval estimation. So point estimation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു സിംഗിൾ സ്റ്റാറ്റിസ്റ്റിക്കൽ വാല്യൂ ആണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്? ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഹൈറ്റ്, ഒരു ഇൻഡിവിജ്വലിന്റെ വെയിറ്റ്. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പെർട്ടിക്കുലർ ഫിഗർ വെച്ച് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഒരു പെർട്ടിക്കുലർ ടാബുലേഷൻ ഉപയോഗിച്ച് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? അത് കൃത്യമായിട്ടുള്ള ഒരു ഫോർമേഷൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ പോയിന്റ് എസ്റ്റിമേഷൻ. നെക്സ്റ്റ് കംസ് ദ ഇന്റർവൽ എസ്റ്റിമേഷൻ. ഇന്റർവൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറലി ഒരു പെർട്ടിക്കുലർ ഇന്റർവൽ കോൺസെപ്റ്റ്സ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇന്നത് മുതൽ ഇന്നത് വരെ എന്ന് പറഞ്ഞ് നമ്മളൊരു കൺസിഡറേഷൻ കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ ഇന്റർവൽ എസ്റ്റിമേഷൻ. അപ്പൊ അവിടെ എന്തില്ല? പ്രോബ്ലംസ് വരാനുള്ള സാധ്യതകളില്ല. കാരണം കൃത്യമായിട്ട് നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞു വാട്ട് ഇസ് ഇറ്റ്, അല്ലെങ്കിൽ ഇന്നത് മുതൽ ഇന്നത് വരെ. ഇപ്പൊ നമ്മൾ ഇയേഴ്സ് ഒക്കെ ടാബുലേറ്റ് ചെയ്യാറുണ്ട്. 1990 മുതൽ 91 വരെ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇന്റർവെലിന്റെ ബേസിസിലാണ് നമ്മൾ അതിനെ ഫോർമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യുന്നതെങ്കിൽ there comes what? There comes an interval estimation. സോ നമുക്ക് പോയിന്റ്, ഒരു പെർട്ടിക്കുലർ പോയിന്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ, പോയിന്റ് ഓഫ് ടൈം ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെങ്കിൽ യു ക്യാൻ ഗോ ഫോർ പോയിന്റ് എസ്റ്റിമേഷൻ. ആൻഡ് ഇഫ് ഇറ്റ് ഇസ് ഫോർ ആൻ ഇന്റർവൽ, അവിടെ നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇന്റർവൽ എസ്റ്റിമേഷൻ. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് UMVUE ആണ്. UMVUE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് യൂണിഫോംലി മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഫുൾ ഫോം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. യൂണിഫോംലി മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഇതിന്റെ വേറൊരു പേരെന്ന് പറയുന്നത് മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഇത് ആക്ച്വലി നമ്മളുടെ ഒരുപാട് എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. ആ എസ്റ്റിമേറ്റേഴ്സിന്റെ ഗ്രൂപ്പിലെ ഏറ്റവും ദ ബെസ്റ്റ് എസ്റ്റിമേറ്റർ എന്ന് നമുക്ക് ടാബുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിനെ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്
UMVUI എന്ന് പറയുന്നത്. ഇതിന്റെ ഈ പേര് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഇവിടെ ബേസിക്കലി ഇതിന്റെ പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ കടക്കുന്നത് ഈ പേര് വെച്ചിട്ട് തന്നെയാണ്. U4 നമ്മൾ ഓർക്കാനുള്ള എളുപ്പവഴി അൺബയസ്നെസ്. അതായത് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന വാല്യൂവും നമുക്ക് കിട്ടുന്ന ട്രൂ വാല്യൂവും രണ്ടും സെയിം ആണെന്ന് വിചാരിക്കാം. സേ ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റിസർച്ചിലേക്ക് കയറുന്നു. റിസർച്ചിലേക്ക് കയറുന്ന ഇനീഷ്യൽ സ്റ്റേജില് നമ്മളുടെ മൈൻഡിൽ ഒരു ഹൈപ്പോത്തസിസ് കാണും, ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് മാനർ എന്ന് പറഞ്ഞ് നമ്മളുടെ മൈൻഡിൽ ഒരു കമ്പ്യൂട്ടേഷൻ കാണും. അതിനെയാണ് എക്സ്പെക്ടഡ് വാല്യൂ എന്ന് പറയുന്നത്. ആ കമ്പ്യൂട്ടേഷണൽ റിസൾട്ട് തന്നെയാണ് സപ്പോസ് നമുക്ക് കിട്ടിയത് എന്ന് വിചാരിക്കാം. അപ്പൊ ദാറ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ദ ട്രൂ വാല്യൂ. അപ്പൊ നമ്മുടെ എസ്റ്റിമേറ്റഡ് വാല്യൂവും അതുപോലെ തന്നെ ട്രൂ വാല്യൂവും സെയിം ആണെങ്കിൽ നമ്മൾ അവിടെ യാതൊരു രീതിയിലും എന്ത് ചെയ്തിട്ടില്ല, ബയസ്നെസ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ പോയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം there satisfies the condition of unbiasedness. അടുത്തത് മിനിമം വേരിയൻസ് പ്രോപ്പർട്ടി. അതായത് നമ്മൾ എസ്റ്റിമേറ്റേഴ്സ് എടുക്കുന്ന സമയത്ത് വളരെയധികം പ്രിസൈസ് ആയിരിക്കണം, ഇറേഴ്സ് വരാൻ പാടില്ല. കാരണം ഓരോ എസ്റ്റിമേറ്റേഴ്സിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് കൃത്യമായിട്ട് എന്താണോ ടാബുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൃത്യമായി എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പല എസ്റ്റിമേറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ആ എസ്റ്റിമേറ്റേഴ്സിനെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് എന്താണ് മെഷർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. നെക്സ്റ്റ് യൂണിഫോംലി മിനിമം വേരിയൻസ്. യൂണിഫോംലി മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ടൂൾ ഉപയോഗിക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല നമുക്ക് എന്ത് വരേണ്ടത്, റിസൾട്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആവേണ്ടത്. നമുക്ക് പലതരത്തിലുള്ള കമ്പ്യൂട്ടേഷൻസ് വരാം, പലതരത്തിലുള്ള സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അവിടെ കമ്പ്യൂട്ടേഷൻസ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഏത് തരത്തിലുള്ള മെത്തേഡ്സ് ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള ഫീച്ചർ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, അതിനെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി എന്ന് പറയുന്നത്, അതിപ്പം എക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റഡി ആയിക്കൊള്ളട്ടെ, വൈ എന്ന് പറയുന്ന ഒരു സ്റ്റഡി ആയിക്കൊള്ളട്ടെ, ഏത് സ്റ്റഡി നമ്മൾ അറ്റയർ ചെയ്താലും ആ സ്റ്റഡികളിൽ എല്ലാം തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് അതിന് ഡ്വെൽ ചെയ്യാനായിട്ട് സാധിക്കും. UMVI ആൻഡ് കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ഉപയോഗിക്കുന്ന സമയത്ത് UMVUE വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്ത് റിസൾട്ട് ആണോ കൃത്യമായി മെഷർ ചെയ്യുന്നത് അത് പോസ്റ്റുലേറ്റ് ചെയ്യാൻ സാധിക്കണം. പലപ്പോഴും നമ്മളുടെ റിസൾട്ട്സില് ഫാബ്രിക്കേഷൻസ് വരാം, നമ്മളുടെ മെത്തേഡ്സില് ഫാബ്രിക്കേഷൻസ് വരാം. സോ ഒരിക്കലും നമ്മൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ടിലേക്ക് പോകാനായിട്ട് പാടില്ല. സിസ്റ്റമാറ്റിക് ആയിട്ട് വളരെ പ്ലെയിൻ ആയി വളരെ കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷണൽ സ്ട്രാറ്റജി ആയിരിക്കണം എപ്പോഴും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഇതിനായിട്ട് നമ്മൾ എന്താണോ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ടി ടെസ്റ്റ് ഉപയോഗിച്ച ആ ടി ടെസ്റ്റ് ഉപയോഗിക്കാൻ ആ ഒരു റിസർച്ചിൽ ഒരു കാര്യമുണ്ട്. നമ്മൾ എഫ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ റിസർച്ചില് എഫ് ടെസ്റ്റ് ഉപയോഗിക്കാൻ ഒരു റീസൺ ഉണ്ട്. സോ അതേപോലെ ഏത് തരത്തിലുള്ള ടെസ്റ്റുകൾ നമ്മൾ എംപ്ലോയ് ചെയ്താലും ആ ടെസ്റ്റുകൾക്കെല്ലാം കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റണം, മീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിരിക്കണം. ഇതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്ന ഒരു മെഷറാണ് ലെഹ്മാൻ ഷെഫി തിയറം എന്ന് പറയുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് UMVUI മെത്തേഡ്സ് എന്ന് പറയുന്നത് ഫോർമുലേറ്റ് ചെയ്യുന്നത്. അതിൽ ബേസിക്കലി പറയുന്ന പ്രോപ്പർട്ടി ഒന്ന് കംപ്ലീറ്റ്നെസ് ആണ്. കംപ്ലീറ്റ്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഇറർ ഫ്രീ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ടി ടെസ്റ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടെസ്റ്റ് അത് സാറ്റിസ്ഫൈഡ് ആണെന്ന് നമുക്ക് എപ്പോഴാ പറയാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെക്റ്റഡ് വാല്യൂ പാരാമെട്രിക് വാല്യൂവിന് തുല്യമാകുമ്പോൾ.
അതായത് ടി ടെസ്റ്റ് ഇപ്പൊ നമ്മൾ എംപ്ലോയ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ കാര്യം അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള സംഭവത്തിനെ കൃത്യമായി പ്രൂവ് ചെയ്യാനായിട്ടും കൃത്യമായി റെപ്രസെന്റ് ചെയ്യാനായിട്ടും അതിന് സാധിച്ചു എങ്കിൽ നമുക്കെന്ത് പറയാം, അത് പെർഫെക്റ്റ് ആണ്. ആ പാരാമീറ്റർ കൃത്യമായി എന്താണ് നമ്മൾ മെഷർ ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് മെഷർ ചെയ്തു എന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇവിടെ പലപ്പോഴും UMVUIയുടെ എക്സ്പ്രഷൻസിലേക്ക് അല്ലെങ്കിൽ UMVUEയുടെ ആ ഒരു റെപ്രസെന്റേഷൻ അല്ലെങ്കിൽ മെഷർമെന്റ്സിലേക്ക് കൃത്യമായിട്ട് എത്താനായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് ടാബുലേറ്റ് ചെയ്യാൻ വേണ്ടി അളക്കാനായിട്ടും എങ്ങനെയാണ് അതിന്റെ കമ്പ്യൂട്ടേഷണൽ പ്രോപ്പർട്ടി വരുന്നത് എന്നുള്ളത് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയും ഇത് ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇനി മെത്തേഡ്സ് ഓഫ് എസ്റ്റിമേഷൻസിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പ്രൊജക്ടിന്റെ മേഖലയിലേക്കായാലും ഇതെന്താണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നൊട്ടേഷൻസ് നമുക്ക് തരാറുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ഈ ഒരു എസ്റ്റിമേഷൻ ഏരിയയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് ഹൗ യു ആർ ഗോയിങ് ഫോർ ദ ടാബുലേഷൻ എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺസ് ആണ്. സോ എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്ടിന്റെ ബേസിസിലാവാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു റിസർച്ചിന്റെ ബേസിസിലാവാം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സോ ഏത് ഫോമിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ. ഇപ്പൊ നമ്മൾ ഒരു പ്രൊജക്ടിന്റെ ഏരിയയിലാണ് സപ്പോസ് എസ്റ്റിമേഷണൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് ബേസിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെന്റ് സോർട്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതിലെ ഒന്നാണ് ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് ബോട്ടം അപ്പ് മെത്തേഡ്. ഇത് നമ്മൾ സാധാരണ ഗവൺമെന്റ് പ്രൊജക്ടുകളിലൊക്കെയാണ് കൂടുതലായിട്ടും കൊണ്ടുവരുന്നത്. ടോപ്പ് ഡൗൺ മെത്തേഡ് ഉണ്ട്, ബോട്ടം അപ്പ് മെത്തേഡ് ഉണ്ട്, 3 പോയിന്റ് അനലോഗസ് മെത്തേഡ് ഉണ്ട്, അതേപോലെ വി ഹാവ് പാരാമെട്രിക് ആൻഡ് എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് അപ്രോച്ചസ്. ഇങ്ങനെയുള്ള മെത്തേഡുകളാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ട് ഉള്ളത്. ഒന്ന് ടോപ്പ് ഡൗൺ മെത്തേഡ്, 2 ബോട്ടം അപ്പ് മെത്തേഡ്, 3 3 പോയിന്റ് അനലോഗസ് മെത്തേഡ്, 4th വൺ പാരാമെട്രിക് മെത്തേഡ് ആൻഡ് ദ 5th വൺ ഇസ് എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് മെത്തേഡ്. നിങ്ങൾക്ക് ഇത്രയും കൂടിയേ പഠിക്കാനുള്ളൂ. ഫസ്റ്റ് വൺ ടോപ്പ് ഡൗൺ മെത്തേഡ് ആണ്. ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സേ ഫോർ എക്സാമ്പിൾ ഒരു പ്രൊജക്ടിന്റെ ഏരിയയിലേക്ക് വരുമ്പോൾ പ്രൊജക്ട് എന്ന് പറയുന്നത് ആസ് എ ഹോൾ ആയിരിക്കും വരുന്നത്. ഈ പ്രൊജക്ടിനെ പല ഏരിയാസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സബ് ഡിവൈഡ് ചെയ്യാണ്. ABCD എന്ന് പറഞ്ഞിട്ട് പല ഏരിയാസ് ആയിട്ട് നമ്മൾ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒന്ന് HR ചെയ്യേണ്ടതാണ്, ഒന്ന് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്, ഒന്ന് പ്ലാനിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്, ഒന്ന് പ്രൊജക്ട് ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മൾ സപ്പോസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കാം. അതിനെയാണ് ടോപ്പ് ഡൗൺ എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അതായത് ബ്രേക്കിംഗ് ഇൻ ടു പാർട്സ് എന്ന് പറയും. എൻഡയർ ആയിട്ടുള്ള പ്രൊജക്ട്സിനെ പല ഭാഗങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്, ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ടോപ്പ് ഡൗൺ മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് ബോട്ടം അപ്പ് എസ്റ്റിമേഷൻ. ബോട്ടം അപ്പ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി നമ്മൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മൈന്യൂട്ട് എസ്റ്റിമേഷൻസ് ടാബുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ടോട്ടൽ പ്രൊജക്ടിന്റെ എക്സ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ എക്സ്പെൻസ് ആണ് കമ്പ്യൂട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഈ എക്സ്പെൻസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻസിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെ മൈന്യൂട്ട് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് അതേർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കമ്പ്യൂട്ടേഷണൽ ആക്ടിവിറ്റിയിലേക്ക് പോകുന്നത്. സോ ഇവിടെ ഓരോ മൈന്യൂട്ട് ഫിഗറും വെച്ച് നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് ഒരു പ്രൊജക്ട് എങ്ങനെയാണെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനെയാണ് ബോട്ടം അപ്പ് എസ്റ്റിമേഷൻ എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കംസ് 3 പോയിന്റ് എസ്റ്റിമേഷൻ.
3 പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് സേ ഫോർ എക്സാമ്പിൾ ആവറേജുകൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ആവറേജസ് കാൽക്കുലേറ്റ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സിറ്റി എടുക്കുന്നു. ആ സിറ്റിയിലെ ആവറേജ് ഹൈറ്റ് ഓഫ് മെയിൽ, ആവറേജ് ഹൈറ്റ് ഓഫ് ഫീമെയിൽസ്, ഇങ്ങനെയൊക്കെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യണം. സോ അങ്ങനെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഗ്രേറ്റ് ലെവൽസ് ഓഫ് അത്തയറൻസ് അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഗ്രേറ്റ് ലെവൽസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ പോസിബിലിറ്റീസും അവിടെ ഇമ്പോർട്ടന്റ് ആണ്. സോ ബേസിക്കലി നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആവുക, പെസമിസ്റ്റിക് ആവുക, അല്ലെങ്കിൽ മോസ്റ്റ് ലൈക്ലി വാട്ട് വിൽ ബി ദ ഔട്ട്കം എന്നതിനെ കുറിച്ച് നമ്മൾ മെഷർ ചെയ്യാന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് 3 പോയിന്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്നത്. വളരെ കൃത്യമായി ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നു, എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധ്യമാവുക ചെയ്യുന്നത്. ആവറേജസ് മെഷർ ചെയ്യുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ബേസിക്കലി എന്തിനുള്ളത്, 3 പോയിന്റ് ആവറേജസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിളിന് ഉള്ളത്. നെക്സ്റ്റ് കംസ് അനലോഗസ് എസ്റ്റിമേഷൻ. അനലോഗസ് എസ്റ്റിമേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ബേസിക്കലി ഹിസ്റ്റോറിക്കൽ ഡാറ്റ കമ്പ്യൂട്ട് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ എ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യണം. അപ്പൊ ഈ എ എന്ന് പറയുന്ന പ്രൊജക്ട് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുകയാണ് ഈ എ എന്ന് പറയുന്ന പ്രൊജക്ട് പോലെ മുമ്പ് ഏതെങ്കിലും പ്രൊജക്ട്സ് നടന്നിട്ടുണ്ടോ. അപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു യെസ്, മുമ്പ് ഇന്ന പ്രൊജക്ട് നടന്നിട്ടുണ്ട്. സോ നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാണ്, അതിന് പാരലലായി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രൊജക്ട് നടന്നിട്ടുണ്ട്. സോ സിൻസ് അങ്ങനെ ഒരു പ്രൊജക്ട് നടന്നത് കൊണ്ട് സെയിം ആയിട്ടുള്ള ഒരു പാറ്റേണിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവിടെ എത്ര എക്സ്പെൻസ് ആണ് വന്നിട്ടുള്ളത്, വളരെ ഹ്യൂജ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണോ അവിടെ വന്നിട്ടുള്ളത്. സോ അങ്ങനെ വരുന്ന സമയത്ത് അതേ ഫോർമേഷൻസ് തന്നെയാണോ നമ്മൾ ഇവിടെയും അറ്റയർ ചെയ്യേണ്ടത്. സോ അങ്ങനെ ഒരു ടാബുലേഷൻസിലേക്ക് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ബേസിക്കലി എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അനലോഗസ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. അനലോഗസ് എസ്റ്റിമേഷൻ ജനറലി വളരെ എഫിഷ്യന്റ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എവിഡൻസ് അവൈലബിൾ ആണ്. മുൻപ് എങ്ങനെയാണ്, മുൻപ് ഇന്ന രീതിയിലായിരുന്നു ഇതിന്റെ പാറ്റേൺ, വലിയ രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടായിരുന്നോ. സോ വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് വി നോ വാട്ട് ഹാഡ് ഹാപ്പൻഡ് ഇൻ ദ പ്രിസീഡിംഗ് ടൈം. സോ അതിനനുസരിച്ച് പ്രൊസീഡ് ചെയ്യുക, മുന്നോട്ടേക്ക് പോവുക പറയുന്നത് എന്തായിരിക്കും, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായി സാധിക്കും. The next one is parametric estimation ആണ്. പാരാമെട്രിക് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ അക്യുറേറ്റ് ആണ് ഈ ഒരു എസ്റ്റിമേഷൻ എന്ന് പറയുന്നത്. ഓരോ പ്രൊജക്ടിന്റെയും കോസ്റ്റും ഓരോ പ്രൊജക്ടിന്റെയും എഫേർട്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എ എന്ന് പറയുന്ന പ്രൊജക്ടിന്റെ എക്സ്പെൻസ് ആയിരിക്കില്ല ബി എന്ന് പറയുന്ന പ്രൊജക്ടിന് വരുന്നത്. അവിടെ വേരിയേഷൻസ് വരാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. സോ നമ്മൾ ഏത് തരത്തിലുള്ള കമ്പ്യൂട്ടേഷൻ ആണ് പോകുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു കമ്പാരിസൺ ഫാക്ടർ ആണ് ശരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ ഫാക്ടറിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന സമയത്ത് അവിടെ വെറുതെ നമ്മൾ ടാബുലേറ്റ് ചെയ്യുകയോ അല്ലെ വെറുതെ നമ്മൾ അതിനെ ഒറിജിനേറ്റ് ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. അവിടെ പോപ്പുലേഷൻ ഇസ് ബീങ് കൺസിഡേർഡ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കമ്പ്യൂട്ടേഷൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ കാൽക്കുലേഷണൽ എഫിഷ്യൻസി എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നതിനെ കുറിച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രൊസീഡ് ചെയ്യുകയും ടാബുലേറ്റ് ചെയ്യുകയുമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ആയാലും കൃത്യമായിട്ടുള്ള ഒരു കമ്പ്യൂട്ടേഷൻ ആയാലും നമുക്ക് അവിടെ എന്തായിരിക്കും പോസിബിൾ ആണ് എന്ന് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എക്സ്പേർട്ട് ജഡ്ജ്മെന്റ് ആണ്. എക്സ്പേർട്ട് ജഡ്ജ്മെന്റ്സ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ജനറലി പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ അവിടെ പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊജക്ട് അല്ലെങ്കിൽ നമ്മളൊരു ഫോർമേഷൻസിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് എക്സ്പേർട്ട് ഒപ്പീനിയൻസിലേക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ എക്സ്പേർട്ട് ഒപ്പീനിയൻസിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ അത് എറർ ഫ്രീ ആയിരിക്കും. കൃത്യമായിട്ട് എന്താണോ മെഷർ ചെയ്യേണ്ടത് ആ മെഷർമെന്റിലേക്ക് നമുക്ക് പോസ്റ്റുലേറ്റ് ചെയ്യാനായിട്ടും അവിടെ സാധ്യമായിരിക്കും. നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസേൺ എന്ന് പറയുന്നതും ബേസിക്കലി അത് തന്നെയാണ്, ടാബുലേറ്റ് ചെയ്യുക, റെപ്രസെന്റേഷൻസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. അത് നമുക്ക് സപ്പോസ് കൊണ്ടുവരാനായി സാധിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും നമ്മളുടെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താവില്ല, പെർഫെക്റ്റ് ആവാനായിട്ടുള്ള സാധ്യത ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതോടുകൂടി ആ ഒരു പെർട്ടിക്കുലർ ഏരിയ കഴിഞ്ഞു.
നമ്മൾ ഇന്ന് പഠിച്ചത് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ ആണ്. സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൻറ്റയർ ആയിട്ടുള്ള കാര്യം പഠിക്കുകയാണ്. ആ എൻറ്റയർ ആയിട്ടുള്ള കാര്യത്തിനെ പല ഗ്രൂപ്പ്സ് ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അനലൈസ് ചെയ്യുന്നതിനെയാണ് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അത് ഫ്ലെക്സിബിളുമാണ്, എഫിഷ്യന്റുമാണ്. ഇനി എസ്റ്റിമേറ്റേഴ്സിന്റെ ഏരിയയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആക്ച്വലി അവിടെ മീറ്റ് ചെയ്യുന്നുണ്ട്. ദ വെരി ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് മസ്റ്റ് ബി അൺബയസ്ഡ്, ദെൻ കൺസിസ്റ്റന്റ്, എഫിഷ്യന്റ്, സഫിഷ്യന്റ് ആൻഡ് റോബസ്റ്റ്നെസ് ആയിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് UMVUE ആണ്. UMVUE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിഫോംലി മിനിമം വേരിയൻസ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ ആണ്. അൺബയസ്ഡ് ആവണം, മിനിമം വേരിയൻസ് ആവണം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. ഇനി നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ലെഹ്മാൻ ഷെഫി തിയറം എന്ന് പറയുന്നത്. അതേപോലെ പ്രൊജക്ട്സിനെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് സോർട്സ് ഓഫ് മെഷേഴ്സ് എന്ന് പറയുന്നതും അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡിഫറെന്റ് സോർട്സ് ഓഫ് മെഷേഴ്സ് എംപ്ലോയ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ബേസിക്കലി എന്തിലേക്ക് പോകുന്നത്, നമ്മുടെ കമ്പ്യൂട്ടേഷണൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ഏരിയയിലേക്ക് നമ്മൾ പോകുന്നത്. ഇനിയൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയില്. ഇത് നമുക്ക് ആക്ച്വലി ആൻസറിൽ നിന്നേ പോവാൻ പറ്റുള്ളൂ. 3³ ഫാക്ടോറിയൽ വിത്ത് ഫാക്ടേഴ്സ് A, B and C at 3 level. 3 level എന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 3 ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, 3 level the interaction A square BC square is same as the interaction option A ABC, option B AB square C, option C AB square C square, option D A square BC. So ഇവിടെ നമ്മൾ ആക്ച്വലി കമ്പ്യൂട്ട് ചെയ്യുന്നത് മോഡിനെ ബേസ് ചെയ്തിട്ടാണ്, മൊഡുലോനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആൻസറിൽ നിന്നും പ്രൊസീഡ് ചെയ്യുകയാണ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് ഇവിടെ A സ്ക്വയർ B C സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ ഇന്ററാക്ഷന്റെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് അവിടെയുള്ള കൺസിഡറേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൊഡ്യൂളോ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ഓൾവേസ് ഈക്വൽ ടു 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ ഈ ഒരു ഫിഗർ എടുത്താൽ അതിന് ഈക്വൽ ആണ് ഇപ്പുറത്ത് എഴുതുന്ന ഫിഗർ എന്ന്. അതായത് മൊഡ്യൂളോ നമ്മൾ ഇപ്പൊ ഇതിന്റെ ആൻഡ് വേറൊരു കോമ്പോണന്റിന്റെ വാല്യൂ എടുത്താൽ അതിന്റെ മൊഡ്യൂളോ വാല്യൂസ് 0 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദേ ആർ ഐഡന്റിക്കൽ എലിമെന്റ്സ് എന്ന്. ഞാനതൊന്ന് ചെയ്ത് കാണിക്കാം. ഇപ്പം A സ്ക്വയർ B C സ്ക്വയർ വരുന്നുണ്ട്. അപ്പൊ ഞാന് സേ ഫോർ എക്സാമ്പിൾ ഇതിന്റെ അകത്ത് നിന്ന് ഒരു റെപ്രസെന്റേഷൻ എടുത്തു. സേ ഫോർ എക്സാമ്പിൾ A B സ്ക്വയർ C എടുത്തു. ഇത് രണ്ടിനെയും നമ്മളൊന്ന് ആഡ് ചെയ്ത് നോക്കാം. സോ A B സ്ക്വയർ C-നെ ഞാൻ ആഡ് ചെയ്ത് നോക്കുമ്പോൾ എനിക്കറിയാം ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. ഐ എം ജസ്റ്റ് ആഡിങ് ഇറ്റ് ടുഗദർ. സോ A 2 + 1 is equal to 3. B raised to 1 എന്ന് പറയുമ്പോൾ B raised to 3. C raised to 2 + C raised to 1 എന്ന് പറയുമ്പോൾ ഞാൻ ഇതിനെ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ C raised to 3 എന്ന് വന്നു. ഇവിടെ നമുക്കറിയാം ഇതിന്റെ എല്ലാം റേസ്ഡ് പവർ എന്ന് പറയല്ലേ മൊഡ്യൂളോ എന്ന് പറയുന്നത് 3 ആണ്. സോ നമുക്ക് പറയാം മൊഡ്യൂളോ ഓഫ് 3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ഈക്വൽ ടു 0 ആണ്. സോ ഈ 3 എന്ന് പറയുന്ന ഫിഗർ കിട്ടിയത് ഞാൻ എന്ത് ആഡ് ചെയ്തപ്പോഴാണ്, അതായത് ഇതിലുള്ള ഏത് ഞാൻ ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മൊഡ്യൂളോ 3 ആയി കിട്ടിയത്, അല്ലെങ്കിൽ റേസ്ഡ് പവർ, സിമ്പിൾ ലാംഗ്വേജിൽ റേസ്ഡ് പവർ 3 എന്ന് കിട്ടിയത്. ഈ ഒരു സാധനം ആഡ് ചെയ്തപ്പോഴാണ് എനിക്ക് റേസ്ഡ് പവർ 3 എന്ന് പറഞ്ഞ് കിട്ടിയത്. വേറെ ഏത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കിയാലും, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഞാൻ ABC എടുത്തു. അപ്പൊ A സ്ക്വയർ B C സ്ക്വയർ പ്ലസ് ABC ഞാൻ എടുത്തു കഴിഞ്ഞാൽ A raised to 3, B raised to 2, C raised to 3 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു വേരിയേഷൻ വന്നു. ഇനി ഞാൻ എടുത്തത് A B സ്ക്വയർ C സ്ക്വയർ എടുത്തു. അപ്പൊ A സ്ക്വയർ B C സ്ക്വയർ പ്ലസ് A B സ്ക്വയർ C സ്ക്വയർ എടുത്താൽ A raised to 3, B raised to 3,
c⁴ ആണ് വരുന്നത്. അപ്പോഴും എന്തായില്ല, ഇവിടെയുള്ള വാല്യൂസ് സെയിം ആയില്ല. ഇനി ഇത് ഞാൻ എടുത്തു, ഈ വാല്യൂ എടുത്തു, ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ a⁴, b⁴2, c⁴3 ആണ്. അപ്പൊ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള വാല്യൂ ആണ് വന്നത്. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സിമിലാരിറ്റി ആണ്. സെയിം ആസ് എന്നാ ചോദിച്ചേ. സെയിം ആസ് എന്ന് പറയുമ്പോ ഈ മുകളിലുള്ള വാല്യൂസ് എല്ലാം സെയിം ആസ് ആവണം എന്നാണ്. അല്ലെങ്കിൽ ആ മുകളിലുള്ള വാല്യൂസ് എല്ലാം ഒരേപോലെ വരണം എന്നുള്ളതാണ് അവിടെ ബേസിക് ആയി വരുന്ന നൊട്ടേഷൻ. അപ്പൊ അവിടെ നമ്മള് അതേർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ അല്ലാതെ നമുക്ക് വേറൊന്നിലേക്കും പോകാൻ പറ്റില്ല. സോ ഇവിടെ നമ്മൾ ഇതിനെ ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ടോട്ടാലിറ്റി കോൺസെപ്റ്റ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ആ ഒരു ഓപ്ഷൻ അല്ലാതെ വി ഡോണ്ട് ഹാവ് എനിത്തിങ്. സോ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നു y മോഡുലോ 3 എന്ന് നിങ്ങൾ ചോദിച്ചാൽ the basic reason is 3⁻³ ഫാക്ടോറിയൽ ആണ് എന്ന് നമുക്ക് ബേസിക്കലി പറഞ്ഞിരിക്കുന്നു. സോ 3 is an important factor over there. സോ നമ്മുടെ ആ ഒരു മൊഡ്യൂളിലുള്ള എസ്റ്റിമേഷൻ, സാമ്പിളിംഗ് തിയറി, ഡിസൈൻ ഓഫ് എക്സ്പീരിമെന്റ്സ്, വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്, എൻറ്റയർ ആയിട്ടുള്ള ഏരിയ നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. സ്പ്ലിറ്റ് പ്ലോട്ട് ഡിസൈൻ നമ്മൾ പഠിച്ചു. Then we went with the estimator's property. Then we went with UMVUE. Then we went with 3 factorial analysis. പിന്നെ നമ്മൾ പോയത് പ്രൊജക്ടിന്റെ ഏരിയയിലേക്ക് പോകുമ്പോൾ നമുക്ക് ടോപ്പ് ഡൗൺ ഉണ്ട്, ബോട്ടം ഉണ്ട്. ടോപ്പ് ഡൗൺ എന്ന് പറയുമ്പോൾ ഒരു പ്രൊജക്ടിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്, which would result in an immense levels of contributions. പിന്നെ നമ്മൾ പഠിച്ചത് ബോട്ടം അപ്പ് ആണ്. മൈന്യൂട്ട് ഡീറ്റെയിൽസ് നമ്മൾ ഫ്രാഗ്മെന്റ് ചെയ്തുകൊണ്ട് പ്രൊസീഡ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബോട്ടം അപ്പ്. Then we have analogous, historical basis കൊടുത്താണ്. Then expert ഉണ്ട്, പാരാമെട്രിക് ഉണ്ട്. അതുപോലെ തന്നെ ആവറേജുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് we have 3 point representation. ഇത്രയുമാണ് നിങ്ങളുടെ ആ ഒരു മൊഡ്യൂളില് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൊഡ്യൂൾ ആണ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയ എന്ന് പറയുന്നത്. So I hope that is clear for